ഗുഡ് മോർണിംഗ് ഗൈസ്. എന്തിനാണ് അത് കത്തിച്ച് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടി ഷോ. ലുലുവിൽ പോയിട്ട് ഒരു എന്തുവാണ് ഫ്രേഗ്രൻസ് ക്യാൻഡിൽ വാങ്ങിച്ചതിൻ്റെ പട്ടി ഷോ 2 ദിവസമേ കാണുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു രാവിലെ വീഡിയോ ഇട്ടത് എന്തെന്നായിരിക്കും നിങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി മുതൽ എല്ലാ ദിവസവും രാവിലെ ടെക് ന്യൂസ് പരിപാടി തുടങ്ങുകയാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു പരിപാടിയാണ്. ആക്ച്വലി ടെക് ന്യൂസൊക്കെ ഞാൻ കുറേ മുന്നേ, അതായത് 2 വർഷം മുന്നേയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സാധനമാണ്. പിന്നീട് എല്ലാ ദിവസവും അതങ്ങനെ റെഗുലറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ഞാൻ പിന്നെ വലുതായിട്ട് അതിലേക്ക് ഫോക്കസ് ആയില്ല എന്നേ ഉള്ളൂ. ഈ ഒരു ടെക് ന്യൂസ് പറയുന്ന സീരീസ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് കട്ടും ഒന്നും വരാണ്ട് വളരെ നാച്ചുറലായിട്ട് എനിക്ക് പറ്റുന്ന അബദ്ധങ്ങൾ അതേപടി തന്നെ ഇട്ട് ഒരു റഫ് കട്ട് ലെവലിലുള്ളൊരു ഐറ്റമാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതായത് വളരെ ഞാൻ എന്താണോ അത് നിങ്ങളുടെ അടുത്ത് ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ലാപ്ടോപ്പിൻ്റെ അകത്താണ് ഞാൻ എല്ലാ സാധനങ്ങളും എഴുതി വെച്ചിട്ടുള്ളത്. നമ്മുടെ ടെക് ന്യൂസിലേക്ക് പോകണ്ടേ. വാർത്തകൾ വായിക്കുന്നത് അമൽ ഗോപാൽ. അപ്പോൾ ആദ്യത്തത്, ഏകദേശം 19 ലക്ഷം വാട്സപ്പ് അക്കൗണ്ടുകൾ ഇന്ത്യയിലുള്ള 19 lakhs ഓഫ് വാട്സപ്പ് അക്കൗണ്ടുകൾ ബാൻ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ വാട്സപ്പ് ബാൻ ആവുമോ, വാട്സപ്പ് ബാൻ ആയോ എന്നൊക്കെ പറഞ്ഞ് 2-3 വീഡിയോ ഒരു വർഷം മുന്നേറ്റിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുതിയൊരു ഐ ടിയിലോ പാസ്സായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഗ്രീവൻസ് മിനിസ്റ്ററും ഗ്രീവൻസ് സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികളുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഐ ടിയിലോ പാസ്സായതിന് ശേഷം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വലിയ ഡിജിറ്റൽ കമ്പനി ആണെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ യൂസേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് യൂസേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്, അതിൽ എത്ര എണ്ണത്തിൽ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് കൊടുക്കണം. അങ്ങനെ ആക്ഷൻ എടുത്തതാണ് ഈ 19 ലക്ഷം വാട്സപ്പ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിൽ കേട്ടിട്ടുണ്ട്. ഈ വാട്സപ്പ് അക്കൗണ്ടിലൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് വാട്സപ്പിൻ്റെ തന്നെ ഒരു ഹെഡ് പറയുന്നുണ്ട്. അവർ വാട്സപ്പ് നിങ്ങൾ വിചാരിക്കും പോലെയൊന്നുമില്ല. പണ്ടത്തെ വാട്സപ്പ് അല്ല ഇന്ന്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നല്ലൊരു എൻഹാൻസ്മെൻറ്റ് ഇതിനകത്തുണ്ട്. അതെങ്ങനെയെന്നറിയാമോ? ഇവർ ഓരോ കീവേഡ് കൊടുത്തിട്ടുണ്ട്. കീവേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വാക്കുകൾ ഇവർ ഈ ഒരു AI പഠിപ്പിച്ചു കൊടുത്തിരിക്കും. ആ കീവേഡ് വെച്ച് നമ്മൾ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ സ്പെസിഫിക് കീവേഡ് വെച്ച് ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിനെ എന്താ പറയട്ടെ, സസ്പീഷ്യസ് അല്ലെങ്കിൽ ഇവനെ ശ്രദ്ധിച്ചോണം, ഇവൻ ആൾ ശരിയല്ല, ഉടായിപ്പാണ്, ഇവനെ നോട്ട് ചെയ്തോണം എന്നുള്ള ലെവലിലാക്കും. എന്നിട്ട് പിന്നീട് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ, എന്തെങ്കിലും കുത്തിത്തിരിപ്പോ കുൽസിത പ്രവൃത്തികളല്ലേ, അങ്ങനത്തെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ എടുത്ത് ബാൻ ചെയ്ത് തരും. അതേപോലെ തന്നെയാണ്, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരാളെ നിങ്ങൾ ചുമ്മാ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അവർ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്റ്റർബ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ എത്രത്തോളം കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ അതിനൊക്കെ നമ്മുടെ വാട്സപ്പിന് ആക്ഷൻ എടുത്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ ഫേസ്ബുക്കിന് ആക്ഷൻ എടുത്തേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ബാനായി പറന്ന് പോകുന്നത്. അതുകൊണ്ട് ഈ കീവേഡിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോണോഗ്രഫി, ചൈൽഡ് പോണോഗ്രഫി, റേപ്പ്, ഇതേപോലുള്ള കണ്ടൻറ്റുകളൊക്കെ ഭയങ്കരമായിട്ട് വരും കേട്ടോ. ഇനി സ്മാർട്ട് ഫോൺ നമ്മുടെ കാറ്റഗറിയിലേക്ക് പോകാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു മിഡ് റേഞ്ചിൽ വന്നതാണ് നമ്മുടെ OnePlus Nord 2T. എന്തിനാണ് ഇങ്ങനെ പേരിടുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. OnePlus Nord 2T. അപ്പോൾ നമ്മുടെ OnePlus 2Tയുടെ മെയിനായിട്ടുള്ള സ്പെക്ക് ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ടുള്ള സാധനം പറഞ്ഞുതരാം. അതിനകത്ത് വരുന്ന പ്രൊസസ്സർ, മെയിനായിട്ട് അതിന് ഇന്ധനം അല്ലെങ്കിൽ എനർജി കൊടുക്കുന്ന സാധനം പറയണമല്ലോ. പ്രൊസസ്സർ നോക്കിക്കഴിഞ്ഞാൽ Dimensity 1300 അടിപൊളിയായിരുന്നു. ഒരുപാട് സ്മാർട്ട് ഫോൺസിൽ ഹിറ്റായ ഒരു പ്രൊസസ്സറാണ്. അതിൻ്റെ ഒരു സക്സീഡർ എന്ന് വേണമെങ്കിൽ പറയാം. 1300 ആണ്, 5G പ്രൊസസ്സറാണ്. 8GB റാം, 128GB ഇൻറ്റർണൽ സ്റ്റോറേജിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 28,999. ₹1 ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്, 29,000 രൂപ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു 6.43 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 90 Hz ആണ് റിഫ്രഷ് റേറ്റ്. ക്യാമറ നോക്കിയാൽ 50 മെഗാ ഒരു റിയർ ക്യാമറ, മെയിൻ ക്യാമറ, ഒരു 8 മെഗാ ഒരു അൾട്രാ വൈഡ്, പിന്നെ ഒരു 2 മെഗാ ഡെപ്ത്ത്. ഈ ഡെപ്ത്തിന് വരെ മാക്രോ ആക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ ബാറ്ററി പറയുന്ന സമയത്ത് 4500 mAh ഒരു ബാറ്ററിയാണ്. 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഇതിനകത്ത് വാപ്പ് ചാർജിങ് ആണ് നമ്മുടെ OnePlus കൊടുത്തിട്ടുള്ളത്. OnePlus അല്ലെങ്കിൽ /Oppo. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു ഫോണിനെ തകർത്ത് താറുമാറാക്കാനായിട്ട് ഒരു കോമ്പറ്റീറ്റർ വരുന്നുണ്ട്. iQOO Z6 Pro, അതായത് Z6 Pro. സിമിലർ ആയിട്ടുള്ള സ്പെക്ക് തന്നെയാണ്. ഇതിനകത്തുള്ള പ്രൊസസ്സർ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 778 ആണ്. ഒരു 5G പ്രൊസസ്സർ തന്നെയാണ്.
പിന്നീട് സെയിം ലൈക്ക് എന്തുവാണ് നമ്മുടെ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 6.44 ഇഞ്ച്. നേരത്തെ OnePlus Nord 2Tക്കകത്ത് 6.43 ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 6.44 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ, 90 Hz റിഫ്രഷ് റേറ്റ്, രണ്ടിലും 90 Hz റിഫ്രഷ് റേറ്റാണ്, HDR10+ സപ്പോർട്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ iQOO Z6 Proയ്ക്കകത്ത് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് ലെവൽ കൂടുതലാണ്. പിന്നീട് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ iQOO Z6 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ് 12 GB റാമും 256 GB ഇൻറ്റർണൽ സ്റ്റോറേജും ഉള്ള വേരിയൻറ്റിന് 28,999 രൂപയാണ്. അതായത് നമ്മുടെ 8 GB 128 GB കിട്ടുന്നിടത്ത് OnePlusൽ കിട്ടുന്നിടത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് 256 GB ഇൻറ്റർണൽ സ്റ്റോറേജും 12 GB റാമും കിട്ടും. പിന്നെ രണ്ടിൻ്റെ അകത്തും വലിയ കൊണോമേനൊന്നും ഇല്ലാത്ത OS തന്നെയാണ്. ഫൺ ടച്ചും നമ്മുടെ ഇതിനകത്ത് iQOOൻ്റെ അകത്ത് വിവോയുടേതായതുകൊണ്ട് ഫൺ ടച്ചും വരുന്നുണ്ട്. നമ്മുടെ ഓപ്പോയുടെ കളർ OS ആണ് നമ്മുടെ OnePlusൽ വരുന്നത്. സിമ്പിൾ സാധനം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ iQOO യൂസ് ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ iQOO ഫോൺസ് അടിപൊളിയാണ്. നമ്മൾ വിവോ ഫോണുകൾ ഉപയോഗിച്ചിട്ടുള്ള വിവോ എന്ന് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഡിഫറെൻറ്റ് ഫീൽ കിട്ടും, ഉറപ്പായിട്ടും നല്ല കാര്യങ്ങളുണ്ടാകും. പിന്നെ ക്യാമറ ഇതിൻ്റെ അകത്ത് നമുക്ക് 64 MP പ്രൈമറിയും 8 MP അൾട്രാ വൈഡും, iQOOൻ്റെ കാര്യമാണ് പറയണേ, 8 MP അൾട്രാ വൈഡും പിന്നീട് ഒരു 2 MP മാക്രോ, നേരത്തെ പറഞ്ഞ പോലെ ഒരു മാക്രോയും തരുന്നുണ്ട്. ഇനിയുള്ളത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിനെ പറ്റിയിട്ടാണ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് അറിയാം, നമ്മളിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു 2 മിനിറ്റൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് വീഡിയോ ആയിട്ട് പോകാറുണ്ട്. എന്നാൽ ഇനി നിങ്ങൾ എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് റീലായിട്ടായിരിക്കും അപ്ലോഡ് ആവുക. IGTV ഉൾപ്പെടെ റീലായിട്ടായിരിക്കും അപ്ലോഡ് ആവുക എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ഫീച്ചർ. കാരണം ഓവർവെൽമിങ്, അതായത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കി ആളുകളെ പ്രാന്തെടുപ്പിക്കാണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു അപ്രോച്ചിലേക്കാണ് നമ്മുടെ ഫേസ്ബുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഫേസ്ബുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. ലൈക്ക് ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ ഈ IGTV ഒക്കെ 20-16 മിനിറ്റുള്ള സാധനം എടുത്ത് എങ്ങനെയാണ് റീലിൽ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റീല് പോലെ സ്ക്രോൾ ചെയ്യാം, എന്നിട്ട് നമുക്ക് വാച്ച് മോർ അല്ലെങ്കിൽ വാച്ച് ദ റെസ്റ്റ് ഓഫ് ദ വീഡിയോ എന്ന് പറഞ്ഞിട്ട് വല്ലതും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി വീഡിയോ കാണാൻ പറ്റുമായിരിക്കും, മേ ബി. ഇനി നമ്മുടെ PUBG കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് PUBG BGMI എന്ന് പറയുന്ന ഗെയിം 100 മില്യൺ രജിസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് അക്കൗണ്ട്, നമ്മൾ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തു എന്നിട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയവരുടെ എണ്ണം 100 മില്യണാണ്. 100 മില്യൺ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു എമൗണ്ടാണ്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ളൊരു കണക്കാണെന്നുള്ളതും കൂടി നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ യൂറോപ്പിലെ പല രാജ്യങ്ങളും അവരുടെ ഫോണുകളിൽ അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ ഇറങ്ങുന്ന എല്ലാ ഫോണുകൾക്കും Type-C ആയിരിക്കണം സ്റ്റാൻഡേർഡ് ചാർജിങ് പോർട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. Type-C ആക്കുക. iPhone ആണോ iPad ആണോ Mac ആണോ എന്താണെന്ന് അറിയണ്ട, അവിടെ ഇറക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ അത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്താ പറയട്ടെ Type-C ആക്കി പറ്റുള്ളൂ എന്നുള്ള തരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മൈക്രോ USB അല്ലെങ്കിൽ Type-A ഒക്കെ കാണുന്നത് ഭയങ്കര റെയറായിരിക്കും. ഇനി നമ്മുടെ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ്. യൂട്യൂബ് കാണുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാം. അതായത് യൂട്യൂബിൻ്റെ അകത്ത് അവരൊരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നു. അതായത് ഈ സ്പാം ചെയ്യുന്നവരും അല്ലെങ്കിൽ സ്പാമേഴ്സായിട്ടുള്ള ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നവരും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കുറേ ഫേക്ക് അക്കൗണ്ട്. അപ്പോൾ ഇതൊക്കെ തടയാനായിട്ട് അവർ എന്താ പറയുക ഹൈലി റെസ്ട്രിക്റ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു സാധനം തന്നെയാണ്. അതായത് ഈ സ്പാമേഴ്സിനെ കാര്യങ്ങളെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിലും ഈ സാധനം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പകുതി കൂടുതൽ കമൻറ്റുകളും അതിൻ്റെ അകത്ത് പോയി കിടക്കും. അതായത് നമ്മൾ നോർമലി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ യൂസേഴ്സിൻ്റെ അക്കൗണ്ടും ഇതിൻ്റെ അകത്ത് കയറി പോകും എന്നുള്ളതാണ് പ്രശ്നം. ലൈക്ക് ന്യൂസ് വന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയട്ടെ, ഗൂഗിൾ ഭയങ്കര വലിയൊരു ഇനിഷ്യേറ്റീവാണ് എടുത്തിട്ടുള്ളത്. ക്രിയേറ്ററിനെ അബ്യൂസ് ചെയ്യുന്നതും സ്പാം കണ്ടൻറ്റൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര വലിയ സെറ്റപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ ഒരു പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പല യൂട്യൂബേഴ്സിൻ്റെയും സബ്സ്ക്രൈബർ കൗണ്ട് കുറയുന്നത്. അതായത് മരിച്ച അക്കൗണ്ടുകളുണ്ടല്ലോ, മരിച്ച മീൻസ് അവർ ഉപയോഗിക്കുന്നേ ഇല്ല, 2 വർഷം 1 വർഷമായിട്ട് അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റ് കണക്ഷൻ പോലും കണക്ട് ചെയ്യാത്ത അക്കൗണ്ടുകളെയൊക്കെ അവരെടുത്ത് കളയുന്നുണ്ട്. വൈകാതെ നമ്മുടെ വാട്സപ്പിൽ അവതാർ വെച്ചിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫേസ് നമുക്ക് ഒരു വീഡിയോ കോളിൽ കാണിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു അവതാർ ഫേസ് നമുക്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു ഫേസ് വെച്ചിട്ട് നമ്മുടെ എന്താ പറയട്ടെ ആപ്പിളിലൊക്കെ ഉള്ളതുപോലെ നമുക്ക് ഫേസ് ടൈം
ആപ്പിളിൽ ഫേസ് ടൈം ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആനിമോജി ഫേസ് എടുത്ത് വയ്ക്കാം, അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് സെലക്റ്റഡ് ഡിവൈസുകളിൽ, ചില ഡിവൈസുകളിലേക്ക് മാത്രമായിരിക്കും ഇങ്ങനത്തെ ഫീച്ചർ റോൾ ഔട്ട് ചെയ്യുക. കാരണം എല്ലാ ഫോണിലും ഇത് നമുക്കൊരു അവതാർ കറക്റ്റായിട്ട് പ്ലേസ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ എനിക്കൊന്നൊരു മിഡ് റേഞ്ച് ടു ഒരു ഹൈ എൻഡ് ഫോണുകളിലായിരിക്കും മിക്കവാറും ഇത് വരാനായിട്ടുള്ള ചാൻസ്. പിന്നെ വരുന്നത് വാട്സപ്പിൽ ഇപ്പം ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റിൻ്റെ അകത്ത് നമുക്ക് ഓൺലൈൻ കാണിക്കുന്നതിന് ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവർ, ആക്റ്റീവായിട്ട് ഇപ്പോഴും ഫേസ്ബുക്കിലുള്ളവർ, നിങ്ങളുടെ ജിമെയിലിൽ ഫേസ്ബുക്ക്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യു റിസീവ്ഡ് എ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ വരുന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാണ്ട് പോയി ക്ലിക്ക് ചെയ്ത് 8ൻ്റെ പണി വാങ്ങിച്ച് പെടാൻ നിൽക്കണ്ട, 3G ആവാൻ നിൽക്കരുത്. ചുമ്മാ ലൈക്ക് ഒരു മെയിൽ കണ്ട ഉടനെ ചാടി വീണ് അതിനകത്ത് കുത്തി നിങ്ങളുടെ പാസ്വേഡ് ഇമെയിൽ ID ഒന്നും അടിച്ച് കൊടുക്കരുത്. ഒന്നിൽ ഇങ്ങനെ വരും, നിങ്ങൾക്കൊരു പുതിയ മെസ്സേജ് വന്നു, ഫോർ എക്സാമ്പിൾ നിങ്ങളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ശ്രേയ സെൻഡ് യു എ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യം. പിന്നീട് വരുന്നത് നിങ്ങളുടെ പേജിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾ എന്തൊക്കെ കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെട്ടു, അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ട് 48 മണിക്കൂറിൻ്റെ അകത്ത് ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് അതിന് വെരിഫൈ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഈ ക്ലിക്കിൽ അമർത്തുന്ന സമയത്ത് നിങ്ങളുടെ ഫേസ്ബുക്ക് പാസ്വേഡും ഇമെയിൽ ID ചോദിക്കും. നിങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് അടിച്ചു കൊടുക്കും, അത് അവന്മാർക്ക് കിട്ടും, അവന്മാർ അക്കൗണ്ടും കൊണ്ട് പോകും. അപ്പോൾ അതേപോലുള്ള മെയിലുകളിൽ, ഹോട്ട് മെയിലിലും ഉണ്ട്, ജിമെയിലിലും ഉണ്ട്. ചുമ്മാ പോയി തൊട്ട് പണി വാങ്ങാണ്ടിരിക്കുക. എല്ലാവരും ശ്രദ്ധിച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ചുമ്മാ ആവശ്യമില്ലാതെ പോയി അതിനകത്തൊന്നും കൈവച്ച് കളയരുത്. വെളുപ്പാങ്കാലം 2:30 ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വരുന്ന സമയത്ത് ലൈക്ക് ആരെക്കാളും വേറെ ഏത് മലയാളം ടെക് യൂട്യൂബറിനേക്കാളും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുമായിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ അമൽ ഗോപാൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഈ വീഡിയോ, അല്ലെങ്കിൽ ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ചെയ്യാം. ഞാൻ പ്ലാൻ ചെയ്യുന്നത് വീക്ക്ലി 3 വീഡിയോ, 3 ടെക് ന്യൂസ് ചെയ്യാമെന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റർടൈനിങ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ടെക് ന്യൂസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വിടും. മെയിൻ ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ, കണ്ട ചവറ സാധനങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പാക്കലാം. ഹാവ് എ നൈസ് day.